പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും നമ്മുടെ രുചി ഓണത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഓണ വിഭവങ്ങൾ കഴിഞ്ഞ അത്തം മുതൽ തുടങ്ങിയതാണ് ഷെഫ്. ഇന്നത്തെ 10ാം ദിവസം തിരുവോണ ദിവസമാണ്. തിരുവോണ ദിവസത്തിലെ അവസാനത്തെ വിഭവമായിട്ടാണ് ഞാൻ ഷെഫ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ അവസാനത്തെ എപ്പിസോഡിലെ രുചി ഓണം തുടങ്ങുകയാണ്. അപ്പോൾ ഷെഫ്, നമ്മൾ ഇന്ന് അവസാന ദിവസമാണ്, തിരുവോണമാണ്. ഇന്ന് എന്താണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി? ഏറ്റവും ലാസ്റ്റ് എത്തുന്നതാണല്ലോ മധുരം. അപ്പം ആ മധുരകരമായ ഒരു ഓണം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പാലടയാണ് ഉണ്ടാക്കുന്നത്. അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഫസ്റ്റ് അതൊന്ന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ചൂടായതിനു ശേഷം നമ്മൾ അട വേവിക്കും. ഓക്കെ, പാലട. സദ്യയില് നമുക്ക് ഈ തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വീട്ടിലൊക്കെ ഒരു 2 ഇനം പായസം എന്താണെങ്കിലും കാണും. അപ്പൊ അതിൽ ഒരെണ്ണം മസ്റ്റായിട്ടും ശർക്കര പായസമായിരിക്കും ആ ഭാഗത്തൊക്കെ. ഈ കണ്ണൂരും അവിടെയൊക്കെ ഇങ്ങനെ പായസം നമ്മുടെ അതുപോലെ തന്നെയാണ്. 2 തരം പായസം മിനിമം കാണും. ഒന്ന് നമ്മുടെ ശർക്കര പായസം അല്ലെങ്കിൽ ഗോതമ്പ്, പിന്നെ ഒരു പാല് ബേസ്ഡ് ആയിട്ടുള്ള ഒന്ന്. അപ്പം വെള്ളം നല്ല ബോയിലായി. അപ്പം നമ്മുടെ അട ഇട്ട് കൊടുത്തു. അപ്പം ഇതിനിപ്പോൾ ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്ന് ഊറ്റി എടുത്ത് നമ്മൾ വെച്ചിട്ട് നമ്മൾ പാലിനെ വറ്റിക്കും നല്ലപോലെ. കാരണം ഈ പാലടയുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാലിനെ നല്ലപോലെ കുക്ക് ചെയ്ത് കുറുക്കി, ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഇപ്പം നമ്മുടെ അട വെന്ത് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചു. അത് കണ്ടാൽ അറിയിച്ചിട്ട് കുറച്ച് നമ്മുടെ ചോറ് പോലെയാണ് ഇരിക്കുക. ഇനി ഇത് പാലിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ളൊരു ഭംഗിയിലേക്ക് പോകുക. ഇതിന്റെ ടെക്സ്ചർ ഫുള്ള് മാറും അല്ലേ? ഫുള്ള് മാറും. അപ്പം നമുക്ക് പാലൊഴിക്കാം. ഇതിപ്പം 1 ലിറ്റർ ആണോ? അതെ, നമ്മൾ 1 ലിറ്റർ പാലാണ് ഒഴിച്ചത് കേട്ടോ. നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്തു. പാലിനൊപ്പം തന്നെ നെയ്യ്. നമ്മൾ 1 ലിറ്റർ പാലില് 2 സ്പൂൺ, ഒരു വലിയ 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു. ഇനി ഇതിന് നമ്മൾ കുറുക്കുന്ന പ്രോസസ്സാണ്. നമ്മളൊന്ന് പഞ്ചസാര ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കണം. വീണ്ടും കുറുക്കൽ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ പാല് കുറുകിയല്ലേ, ഒരു കളറൊക്കെ നല്ലപോലെ മാറി. ഇനി നമുക്ക് അട ഇടാനുള്ള സമയമായി. നമ്മുടെ അട നമ്മള് ആദ്യം വേവിച്ച് വെച്ച അടയാണിത്. അതെ, അട ഇട്ടു. ഇനി ഇതിനെ നമ്മൾ വീണ്ടും ഉടച്ച് ഇത് ഫുള്ള് ചേരണം അല്ലേ? അതെ, ഇതിങ്ങനെ ഇനി ഇളക്കുമ്പോൾ അത് ഉടഞ്ഞുടഞ്ഞുടഞ്ഞ് കറക്റ്റ് പാകത്തിനാവും. നമ്മൾ കൂടുതലും വിറകടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കനലിലാണ് ഇത് നടക്കുന്നത്. നമ്മൾ തീയനൊക്കെ എടുത്തിട്ട് കൂടുതലും കനലിലാണ് അതിൻ്റെ കുക്കിംഗ് നടക്കുക. അപ്പോൾ ആ കനലിലാവുമ്പോൾ എന്നു വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കത്തില്ല. അപ്പോൾ ഇതിന് അങ്ങനെ കുറേ ട്രിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ സാധാരണ ആൾക്കാർ കുക്ക് ചെയ്യുന്നില്ലേ, അവരിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. ഓക്കെ, അപ്പം പാലിങ്ങനെ പായസം കുറുകി വരാൻ തുടങ്ങി. ഓക്കെ, ബാക്കിയെല്ലാം ഇപ്പൊ പ്രേക്ഷകർക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നു. നമ്മളിത് ഇതുവരെ ആ പാലുണ്ടായിരുന്നു ഒഴിച്ച സമയത്ത്, അതിനെ കുറുക്കി ഇപ്പൊ കുറച്ചായി അല്ലേ? ഇതിന്റെ ഒക്കെ 4-1 ആയെന്ന് തോന്നുന്നു ഇപ്പൊ പായസം. കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. പായസം നല്ല റെഡിയായി. പാല് കുറുക്കാൻ ഒത്തിരി സമയം എടുത്തു. അതിന് ശേഷമുള്ള പ്രോസസ് ഒക്കെ ഭയങ്കര ഈസിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാം. നല്ല ചൂട് പാറുന്ന പാലട പ്രഥമൻ. അമ്മേ, ഞാൻ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലട സത്യമായിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റാണ്. നമ്മുടെ ഷെഫ് സിജോ ചന്ദ്രൻ അത്തം ദിവസം മുതൽ തന്നെ നമുക്കൊപ്പം ഉണ്ട്. ഞങ്ങളുടെ ന്യൂസ് മലയാളത്തിന്റെ ആദ്യത്തെ ഓണമാണ്, ഞങ്ങളുടെ ചാനൽ തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ ഓണം. ആ ഓണദിനത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കഴിഞ്ഞ 10 ദിവസവും 10 വെറൈറ്റി വിഭവങ്ങളുമായിട്ട് ഷെഫ് നമുക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും അടുത്ത ഓണം നമുക്ക് ഒന്നിച്ച് തന്നെ ഇനി 10 രുചികൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനും അത് വിശ്വസിക്കുന്നു. കാരണം അടുത്ത ഓണവും എനിക്ക് നിങ്ങളുടെ കൂടെ ആഘോഷിക്കാൻ പറ്റും. തീർച്ചയായും.
അപ്പൊ ഷെഫ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം വളരെ മനോഹരമായ ഒരു തിരുവോണ ദിനം ആശംസിക്കുന്നതിനൊപ്പം തന്നെ ഷെഫിന് ഈ വർഷം അടിപൊളിയാവട്ടെ, നല്ലൊരു തിരുവോണ ദിന ആശംസകൾ ഞാനും നേരുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.